എന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയി പുഷ്പാഞ്ജലിയും മറ്റു വഴിപാടുകളുമൊക്കെ നടത്താത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി നടത്താറുണ്ടെങ്കിലും അതിനുപയോഗിക്കുന്ന മന്ത്രങ്ങളും അതിൻ്റെ ഫലങ്ങളും കൃത്യമായിട്ടുള്ള അറിവില്ലാതെയാണ് പലരും സമർപ്പിക്കാറുള്ളത്. പുഷ്പാഞ്ജലി എന്ന സവിശേഷമായ വഴിപാടിൻ്റെ ഗുണഫലങ്ങളും മറ്റുമാണ് ഈ അധ്യായത്തിൽ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുഷ്പാഞ്ജലി എന്ന വഴിപാടിനകത്ത് 3 ഘടകങ്ങളുണ്ട്: മന്ത്രം, പുഷ്പം, അഞ്ജലി. പുഷ്പാഞ്ജലി നടത്തിക്കുന്ന ആളിൻ്റെ പേരും നക്ഷത്രവും പറഞ്ഞ് ഏത് ദേവതയ്ക്കാണോ പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് ആ ദേവതയുടെ മൂലമന്ത്രമോ മറ്റ് സവിശേഷമായിട്ടുള്ള മന്ത്രങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് പുഷ്പം, ചന്ദനം, അക്ഷതം എന്നിവ ചേർത്തോ ഇവയിൽ ഏതെങ്കിലും ഒന്നോ ഭഗവാന്റെയോ അല്ലെങ്കിൽ ഭഗവതിയുടെയോ സന്നിധിയിൽ സാദരം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദീർഘമായ മന്ത്രങ്ങൾ കൊണ്ടാണ് പുഷ്പാഞ്ജലി ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ചെറിയ രൂപങ്ങളാവും പുഷ്പാഞ്ജലി നടത്തുന്നതിന് ഉപയോഗിക്കുക. ഏറ്റവും ഫലസിദ്ധിയുള്ള ഒരു വഴിപാട് തന്നെയാണ് പുഷ്പാഞ്ജലി. ശംഖിലെ ജലം, പുഷ്പം, അക്ഷതം, ചന്ദനം ഇവ 2 കൈകളിലുമായിട്ടെടുത്ത് പേരും നാളും മന്ത്രവും ചേർത്ത് ചൊല്ലി ഭഗവാങ്കൽ അല്ലെങ്കിൽ ഭഗവതിങ്കൽ കാണിച്ച് ഇടതു കൈയിലെ പുഷ്പം കൂടി വലതു കൈയിലേക്കാക്കി ചേർത്ത് വച്ച് ഭഗവത് സന്നിധിയിൽ അല്ലെങ്കിൽ ഭഗവതിയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിനെ പൂർണ്ണ പുഷ്പാഞ്ജലി എന്ന് പറയും. ഇവയിലേതെങ്കിലും ഒന്ന് മാത്രമായിട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ പുഷ്പാഞ്ജലിയുമായി. ആയുരാരോഗ്യ സൗഖ്യത്തിന് അഷ്ടോത്തരാർച്ചന അത്യുത്തമമാണ്. മഹാദേവ സന്നിധിയിൽ ആഗ്രഹസാധ്യത്തിന് കൂവണത്തില കൊണ്ട് അർച്ചന നടത്താവുന്നതാണ്. സർവ്വ ഐശ്വര്യത്തിനു വേണ്ടിയിട്ട് സഹസ്രനാമ പുഷ്പാഞ്ജലിയും വിവാഹ തടസ്സം നീങ്ങുന്നതിനും വിവാഹം നടക്കുന്നതിനുമായിട്ട് സ്വയംവര പുഷ്പാഞ്ജലി ദേവീക്ഷേത്ര സന്നിധിയിലും ചെയ്തു വരുന്നു. കാര്യസിദ്ധിക്ക് ശിവക്ഷേത്രത്തിൽ ത്രംബക പുഷ്പാഞ്ജലിയും ദുരിതങ്ങൾ മാറി എട്ടുന്നതിനായിട്ട് ശ്രീരുദ്രസൂക്തം കൊണ്ടും രോഗശമനത്തിന് മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടും പുഷ്പാഞ്ജലി ചെയ്യാം. സമ്പദ് സമൃദ്ധിക്കായി ദേവീക്ഷേത്രങ്ങളിൽ ശ്രീസൂക്തം കൊണ്ടും ശത്രുദോഷശമനത്തിനായി ഭദ്രകാളി, ദുർഗ, നരസിംഹം എന്നീ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. ഭാഗ്യസൂക്തം, മംഗലസൂക്തം, സംവാദസൂക്തം എന്നീ അതിവിശിഷ്ടമായ വേദമന്ത്രങ്ങളാൽ പുഷ്പാഞ്ജലി നടത്തിയാൽ ഏത് കാര്യവും പെട്ടെന്ന് സാധിക്കുന്നതാണ്. ദീർഘായുസിന് ആയുസൂക്തവും ധനധാന്യ സമൃദ്ധിക്ക് ദേവീക്ഷേത്രങ്ങളിൽ ശ്രീസൂക്തം കൊണ്ടും കുടുംബകലഹം മാറി കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുന്നതിനായിട്ട് ഐക്യമത്യ സൂക്തം കൊണ്ടും ഏത് ക്ഷേത്രങ്ങളിലും പുഷ്പാഞ്ജലി സമർപ്പിക്കാം. കാര്യതടസ്സം മാറിക്കിട്ടുന്നതിന്, അതായത് വിഘ്നനാശത്തിനായിട്ട് വിഘ്നേശ്വരനായ ഗണപതിക്ക് ഗണപതി സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ്. ഈ പറഞ്ഞ വഴിപാടുകൾ സമർപ്പിക്കുകയാണെങ്കിൽ ശ്രീ മഹാദേവന് കൂവളത്തില കൊണ്ടും വിഷ്ണുദേവന് തുളസിയില കൊണ്ടും ഗണപതിക്ക് കറുകപ്പുല്ല്, ചുവന്ന അരളിപ്പൂ എന്നിവ കൊണ്ടും സരസ്വതി മാതാവിന് താമര കൊണ്ടും ദുർഗാഭഗവതിക്ക് കുങ്കുമപ്പൂ കൊണ്ടും ഭദ്രകാളി ദേവിക്ക് ചെമ്പരത്തിപ്പൂവും ശ്രീകൃഷ്ണന് കൃഷ്ണതുളസിയും ശ്രീരാമന് രാമതുളസിയും ശ്രീ പാർവതീ ദേവിക്ക് തെറ്റിയും ചാമുണ്ടി, രക്തേശ്വരി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ എന്നിവർക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടും ഈ വഴിപാടുകൾ സമർപ്പിക്കുന്നത് കൂടുതൽ ഫലം നൽകുന്നതായി കണ്ടുവരുന്നു. ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്ന ആ സമയത്ത് വഴിപാട് സമർപ്പിക്കുന്ന ഭക്തർ ശ്രീകോവിലിൻ്റെ മുന്നിൽ തന്നെ ആ ദേവതയെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിപാട് നടത്തിത്തീരുന്നത് വരെ നിൽക്കേണ്ടതാണ്. അതിലൂടെ വഴിപാട് നടത്തുന്ന സമയത്ത് വിഗ്രഹത്തിൽ നിന്നും പുറപ്പെടുന്ന ഊർജം ഭക്തരുടെ ശരീരത്തിൽ അനുഗ്രഹമായി വിലയം പ്രാപിക്കുന്നു. വഴിപാടിന് പൂർണ്ണമായ ഫലസിദ്ധി ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നത് പോലെ വഴിപാട് നടത്തി അതിൽ നിന്ന് പുണ്യം വീട്ടിൽ കിട്ടും എന്ന് കരുതിയിരിക്കുന്നത് ശുദ്ധമണ്ടത്തരമാണെന്ന് പറയാതെ തരമില്ല. ജ്യോത്സ്യന്മാർ നൽകുന്ന പരിഹാരക്രിയകളായിട്ടുള്ള വഴിപാടുകൾ ഷീട്ടാക്കി ശാന്തിക്കാരന് കൊടുത്താൽ ജോലി തീർന്നു എന്ന് കരുതുന്നതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. വീണ്ടും വീണ്ടും ജ്യോത്സ്യനെ കാണുകയും വഴിപാടിന് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്നതും സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതുപോലെ വഴിപാട് നടത്തി കിട്ടുന്ന പ്രസാദം വീട്ടിലെ പൂജാമുറിയുടെ ഒരു ഭാഗത്തോ ശുദ്ധവും വൃത്തിയുമുള്ള ഭാഗത്തോ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വഴിപാടുകൾ നടത്തി കിട്ടുന്ന പ്രസാദം ക്ഷേത്ര സന്നിധിയിൽ തന്നെ ഉപേക്ഷിച്ചു പോകുന്നത് മഹാപാപമാണെന്ന് പറയാതെ തരമില്ല. കാരണം
അതുകൊണ്ട് ദോഷം മാത്രമേ ഉണ്ടാകൂ. അങ്ങനെയാണെങ്കിൽ വഴിപാട് ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത്. അപ്രകാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ ദേവത നമുക്ക് നൽകുന്ന അനുഗ്രഹവും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഐശ്വര്യമാകുന്ന പോസിറ്റീവ് ഊർജവുമെല്ലാം ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ള ഐശ്വര്യം കൂടി നഷ്ടമാകും എന്നതാണ് സത്യം. എന്നിട്ട് എത്ര വഴിപാട് നടത്തിയിട്ടും എനിക്ക് പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്ന് പരിതപിച്ചിട്ട് എന്ത് കാര്യം? വൈദ്യൻ പറഞ്ഞു തരുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുകയും അദ്ദേഹം പറയുന്ന രീതിയിൽ ഭക്ഷണക്രമവും മറ്റും പാലിക്കുകയും ചെയ്യുമ്പോഴാണ് രോഗം മാറി നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുക. അതുപോലെ വഴിപാടുകൾ സമർപ്പിച്ച് അതിൻ്റെ ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ ചെയ്യുക തന്നെ വേണം. 10 നേരത്തെ മരുന്ന് പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടി ഒരു നേരം വാങ്ങിക്കഴിച്ചാൽ എന്ത് സംഭവിക്കും? അതുപോലെ അശുദ്ധമായി വഴിപാട് നടത്തുമ്പോൾ ലഭിക്കുന്ന പ്രസാദത്തോട് കാണിക്കുന്ന അനാദരവും ഉപേക്ഷയും ഗുണത്തെക്കാളേറെ ദോഷം മാത്രമാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പൂവ്, ചന്ദനം തുടങ്ങിയ പ്രസാദങ്ങൾ വീട്ടിൽ കയറ്റരുത് എന്ന് ചിലർ പറയുന്നത് കേൾക്കാം. അത്തരക്കാരുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കേണ്ടതില്ല. അങ്ങനെയെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പായസവും അരവണയും പാൽപ്പായസം പോലുള്ള മറ്റു സാധനങ്ങളും അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകേണ്ടതാണല്ലോ. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്നും വാങ്ങുന്ന ഉണ്ണിയപ്പം ഭദ്രമായി വീട്ടിൽ കൊണ്ടുവരികയും ഗണേശ സന്നിധിയായ ശ്രീകോവിലിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം അവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സനാതനധർമ്മത്തോടും അതിൻ്റെ ഉയർച്ചയോടുമുള്ള വൈരാഗ്യവും വെറുപ്പും മൂലമാണ് ക്ഷേത്രത്തിലെ പ്രസാദം വീട്ടിൽ വെച്ചുകൂടാ എന്നും മറ്റുമുള്ള ജൽപ്പനങ്ങൾ ചിലർ നടത്തുന്നത്. മഹാഭാരതം വീട്ടിൽ വെച്ചുകൂടാ, ഉത്തരരാമായണം വായിച്ചുകൂടാ, ഭദ്രകാളീദേവിയുടെ പടം വീട്ടിൽ വെച്ചുകൂടാ, നരസിംഹസ്വാമിയുടെ ചിത്രം വീട്ടിൽ വെച്ചുകൂടാ, ഹനുമാന്റെ ചിത്രം വീട്ടിൽ വെച്ചുകൂടാ എന്നിങ്ങനെയുള്ള നിരവധി മണ്ടത്തരങ്ങൾ കൊണ്ടുകൂടി സമ്പുഷ്ടമാണല്ലോ ആധുനിക വിശ്വാസികളുടെ വിശ്വാസ സമ്പത്ത് എന്നുള്ളത് ഖേദത്തോടുകൂടി തന്നെ പറയട്ടെ. ഏത് വഴിപാട് നടത്തുമ്പോഴും ആ വഴിപാട് നടത്തിയ പ്രസാദം വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും അത് വീട്ടിൽ ഐശ്വര്യം നൽകുന്ന രീതിയിൽ സൂക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വഴിപാടും നമ്മുടെ ഭക്തിയും എല്ലാം പൂർണ്ണമായും ഫലവത്താകുന്നത്. ജഗദീശ്വരിയുടെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങളോടെ എല്ലാവരെയും ശ്രീ മഹാദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.